ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മ, പിന്നെ ചേച്ചി, ഏട്ടന്റെ ഭാര്യ, 2 കുട്ടികള്. ചേച്ചി കല്യാണം കഴിച്ച് വേറെ താമസിക്കുകയാണ്. ചേട്ടനും ചേട്ടന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുടുംബ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചാണ്? ഒരുമിച്ചുണ്ട്. അപ്പൊ ഇന്നത്തെ പരാതി എന്ന് പറയുന്നത് ഷാബുവിന്റെ ഭാര്യയെ കുറിച്ചുള്ള അല്ലേ? അതെ. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 2013 ഫെബ്രുവരി 3-ാം തീയതി കല്യാണം കഴിഞ്ഞു. അമ്മേന്റെ വീട് പാലക്കാടാണ്, അച്ഛന്റെ വീട് വയനാട്. അപ്പൊ അമ്മയ്ക്ക് പിന്നെ പാലക്കാട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടി മതി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മേന്റെ വീട് അവിടെ ആകുമ്പോ പിന്നെ ഏട്ടൻ വയനാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോക്കുവരവ് ഉണ്ടെങ്കിൽ അമ്മേന്റെ കുടുംബത്തിലെ എല്ലാവരും വീട്ടിലൊന്ന് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ കല്യാണം പിന്നെ പാലക്കാട്ടിൽ നിന്ന് നോക്കിയത്. പിന്നെ പെങ്ങളെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് എൻ്റെ പാലക്കാടുള്ള പെങ്ങളുടെ എൻഗേജ്മെന്റിന് അമ്മേൻ്റെ അനിയത്തിൻ്റെ മോള്. അപ്പോൾ എൻഗേജ്മെന്റിന് ഞാൻ പോയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വരുമോ, പിന്നെ മലമ്പുഴ കോട്ട മൈതാനത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, അപ്പോൾ ആരൊക്കെ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു. ഇല്ല, അമ്മനെയും കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ എൻ്റെ പെങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ട്, മുത്തൂർ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ സുമ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാം ഞങ്ങൾക്കും കൂടി ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ തമ്മിൽ പിന്നെ സംസാരിച്ചു, അവിടെ നിന്ന് സംസാരിച്ചു. അപ്പം അമ്മ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പിന്നെ അമ്മ കുട്ടി ഇങ്ങോട്ട് വിളിക്കാന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് കല്യാണത്തിന് ഡേറ്റ് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് കല്യാണം നല്ല രീതിയിൽ വലിയൊരു കല്യാണമായിട്ട് ആഘോഷിച്ച് നല്ല രീതിയിൽ നടത്തി. അതെ, നിങ്ങൾ സ്നേഹമായിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് പിടുത്തം വിട്ടുമ്പോഴേക്കും ഒരു വയറുവേദന അങ്ങനെയായി. പിന്നെ ഞാൻ ഇത് വീട്ടുകാരതായിരുന്നു പറഞ്ഞില്ല. വയറുവേദന എങ്ങനെ ഉണ്ടെന്ന് ചെറുങ്ങനെ അമ്മനത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോഴാണ് അമ്മ ഓരോ വീട് ഞങ്ങളിങ്ങനെ വിരുന്നിന് പോയപ്പോൾ അമ്മ പറഞ്ഞു, മോനെ പിന്നെ BF-ന്റെ പൈസയൊക്കെ കിട്ടാനുണ്ട്, അപ്പോൾ വേറൊരു കുട്ടി വരുന്ന അതുവരെ സുമ ജോലിക്ക് പോയിക്കോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്ന സ്ത്രീയാണോ? ഇത് പറയണ അതുവരെ ആ സമയത്തൊക്കെ നല്ല പെരുമാറ്റമൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു, വിളിക്കലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ളതൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്. എന്നാലേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവൾ ഇത്രയും മാസം അവിടെ ജോലി ചെയ്തതല്ലേ, ഒരു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് ആ പൈസ കളയണ്ട എന്ന് ഞാൻ ഭാര്യനോട് പറഞ്ഞിട്ട്, പിന്നെ ആ പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് വേണ്ട, അത് പിന്നെ വീട്ടുകാർക്ക് കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു. അമ്മ സംസാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് മോളുടെ കയ്യിൽ ഫോണ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സുമ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സുമ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുമൻ്റെ അടുത്ത് കൊടുത്തു. ജോലിക്കൊക്കെ കയറിയോന്ന് ചോദിച്ചു. ആ ജോലിക്കൊക്കെ കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് പിന്നെ ഞാൻ സുമേനെ കണ്ട് സംസാരിച്ചു. അവിടെ ഒരു ദിവസം നിന്നു. പക്ഷേ ഞാൻ അവിടെ നിൽക്കാൻ പോണ സമയത്ത് ഇവൾക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് ആ വീട്ടുകാരോ അമ്മയും അച്ഛനും ഒക്കെ നിങ്ങളോട് വളരെ സ്നേഹമായിട്ട് നല്ല സ്നേഹത്തിൽ തന്നെ സംസാരിക്കുന്നത്. നല്ല സ്നേഹം. ആ വീട്ടിൽ വെച്ച് വയറ്റുവേന വരാറുണ്ടോ? ആ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഞാൻ പോണ സമയത്ത് എനിക്ക് ആ ബെഡ്റൂമിൽ ഞാൻ പോണ സമയത്ത് എനിക്ക് പായെല്ലാം വിരിച്ച് തന്നിട്ട് ഭാര്യ ആ റൂമിൽ കിടക്കും. അപ്പോൾ അമ്മ പറയും സുമ നീ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറയും. അപ്പോൾ ഞാൻ സുമേന്ദ്രയ്ക്ക് എന്താണെന്ന് ചോദിക്കും. എനിക്ക് കയ്യും കാലൊക്കെ കടഞ്ഞിട്ട് വയ്യ, തീരെ വയ്യ, ഭയങ്കര ചൂടാണെന്ന് പറയും. അങ്ങനെ എന്നിട്ട് അമ്മൻ്റെ കൂടെ ചൂടില്ല. എന്നിട്ട് രാവിലെ എണിച്ച് ചായയും കൊണ്ട് വരും. അങ്ങോട്ട് ഞാൻ അച്ഛനും അമ്മേന്റെയും കൂടിയും വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഷാബുന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് ചെല്ലണം. എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട്. അപ്പോൾ ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ, വയനാട്ടിലോട്ട് കല്യാണം കഴിച്ച് കൊടുത്തതാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഏതോ ഒരു നാട്ടിൽ കല്യാണം കഴിച്ച് കൊടുത്തു, അന്യനാട്ടിൽ കല്യാണം കഴിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. അമ്മയും അച്ഛനൊക്കെ നിശ്ചയത്തിന് മുന്നേ വന്നതല്ലേ, പിന്നെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ കല്യാണം കഴിഞ്ഞങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1 മാസം 2 മാസത്തിനുള്ളിൽ ആകുന്നല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു. അല്ല ഇവിടെ ആരും കണ്ടിട്ടില്ല, ഇവിടെയൊക്കെ എനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ശരി അമ്മനെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അമ്മയും ആ സുഖമില്ലാത്ത അച്ഛന് 2 കാല് പെട്ടെന്ന് നടക്കാൻ കഴിയുന്നില്ല, വികലാംഗ ആണ് കാല്. അങ്ങനെ അച്ഛന് നടക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അച്ഛനും അമ്മയും നേരെ സുമൻ്റെ വീട്ടിലോട്ട് ചെന്ന് നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട്, ഇല്ല അമ്മ ഞാൻ അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേര് കുട്ടെന്നാണ് എന്നെ. അങ്ങനെ ഞാൻ പോയപ്പോൾ പറഞ്ഞു കുട്ടാട്ടാ പിന്നെ ഷൈജോട്ടനും ഏടത്തിയമ്മയും ഇവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ, അമ്മയും അച്ഛനും പോയി വന്ന്, ബാക്കി കുടുംബം ഉണ്ടെന്നൊന്നും അറിയുന്നില്ല, അവരൊന്ന് വരട്ടേന്ന് പറഞ്ഞു. ആ ഏട്ടനും ചേട്ടത്തിയമ്മയും എല്ലാം കൂടെ പിന്നെയും പോയിരുന്നു. അപ്പോൾ പിന്നെ അളിയനും അവരും പോയപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ വരാം, അടുത്ത ആഴ്ച വരാം, പിന്നെ കുട്ടറിനെ കൂടെ വരാമെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഫോൺ വിളിച്ചു പറഞ്ഞു പിന്നെ
പിന്നെ മേമൻ്റെ മക്കളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, അവർ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെങ്ങളിനെയും അളിയനെയും വിളിച്ചിരുന്നു. അപ്പോൾ അളിയൻ പറഞ്ഞു, ഇതെന്തിനാ എല്ലാവരും വിളിക്കേണ്ട ആവശ്യം.